ജാനകി മേഡം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഒരു PG കാർഡ് നിങ്ങൾ വരണം, എനിക്ക് സാധനം വേണമെങ്കിൽ മേടിച്ചിട്ട് പോയിക്കോ, വേറെ കമ്പനിക്ക് എനിക്കൊന്നും പറയട്ടെ. അവളോട് പോകാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു. അങ്ങനെ ഇനി എന്തെങ്കിലും മാനന്തവാടി ഇവിടത്തേക്ക് വരാനാണ് പറഞ്ഞത് എന്നോട്. ഞാനൊരു വ്യാഴാഴ്ച ഇതുപോലെ വന്നു. ഈ പ്ലാന് കേട്ടു, എന്നാലും ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നിരുന്നാലും ഞാൻ കമ്പനിയിലേക്ക് വന്നു. ഇപ്പൊ 1ാം റാങ്ക് കഴിഞ്ഞു, 2ാം റാങ്ക് കഴിഞ്ഞു, 3ാം റാങ്ക് കഴിഞ്ഞു. ഇതിൽ വന്ന ആ സമയത്ത് ഇതിൽ പൈസ കൊടുക്കാനില്ല. പൈസ കടം മേടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. കൊടുത്തു നോക്ക്, കൊടുത്തിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞപ്പോ എന്റെ മോള്, എന്റെ പെണ്ണുങ്ങൾ, എന്റെ മോനെല്ലാം കൂടി എന്നെ നേരിട്ട് നിങ്ങൾക്ക് ഇത്രയും പൈസ ഇവിടുന്നാണ്, എന്തിനാ കടം മേടിച്ച് കൊടുത്തത് എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ ഈ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മളെ ഫാസിൽ സാറ് വീട്ടിലേക്ക് എത്തിച്ചു. ആ സാധനം നോക്കുമ്പോ സാധനങ്ങൾ കിട്ടിയല്ലോ, അപ്പൊ കുറച്ച് സമാധാനമായി. മറ്റേത് കുറച്ച് വെള്ളം കൊണ്ടാന്നെല്ലാം പറയുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു സുഖമുണ്ടല്ലോ, പാത്രം അങ്ങോട്ട് തട്ടല് ഇങ്ങോട്ട് തട്ടല് അങ്ങോട്ട് പറ്റല്. അതനുഭവിച്ച് ഞാൻ കുറച്ചൊരു 2 ആഴ്ച ഈ സാധനം അവിടെ എത്തിയപ്പോ കുറെ സമാധാനമായി. അങ്ങനെ ഇരുന്നു. ആദ്യത്തെ വരുമാനം എനിക്ക് കിട്ടുന്നത് 2000 രൂപയാണ്. ആ പൈസ മേടിക്കാൻ ഞാൻ ബാങ്കിലേക്ക് പോകുമ്പോ എന്റെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങളെ ഇതുകൊണ്ടായിരുന്നു പെൻഷൻ മേടിക്കാൻ. അത് വാങ്ങിച്ചപ്പോ പൈസ കയറിയല്ലേ, അപ്പൊ സാധനം കിട്ടി, പൈസ മേടിച്ചു. 2ാമത്തെ പ്രാവശ്യം എനിക്ക് വരുമാനം കയറിയപ്പോ എന്റെ മോളെ കൂട്ടി. അന്ന് മോള് പറയുന്നു ഞാനും വരുന്നതിലേക്ക്. അങ്ങനെ മോള് ഇതിലേക്ക് വന്നു. ഇപ്പൊ അടുത്ത ആഴ്ച എന്റെ മരുമകള് വരാൻ നിൽക്കുന്നു. അവര് വീട്ടുമണിയായാലും ഇല്ലാത്തതാണ്. എന്റെ മോന് വരുന്നത്. എല്ലാവരും ഇപ്പൊ ഈ കമ്പനിയിലേക്ക് എന്റെ കൂടെ കൊണ്ടുവരികയാണ്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായി. അതുപോലെ ഇപ്പൊ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത മനുഷ്യനാണ്. എല്ലാം കടത്തിലേക്കാണ് പോയത്. ഞാൻ ഈ PG കാർഡിൽ വന്നിട്ട് ബാങ്കിൽ പൈസ മേടിച്ചാൽ ആ പൈസ ആർക്കും കൊടുക്കണം. നേരെ കഴിഞ്ഞു. 4ാമത്തെ ബ്ലോക്ക് കൂടി ഉണ്ടെന്നാ പറയുന്നത്. തന്നിട്ടുണ്ടെങ്കിൽ അത് കൂടി കഴിയും. അപ്പോ ഇപ്പൊ വരുമാനത്തിൽ പേടില്ല. ധൈര്യമായിട്ട് മരുന്നിനും എന്റെ സ്വന്തം ചെലവിന്, വീട്ടു ചെലവിന് അത്യാവശ്യം എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. പുതിയ ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും മണിക്കണ്ട, ഇന്ന് തന്നെ ധൈര്യമായിട്ട് ഇതിൽ വന്നു. ബാങ്കിൽ നിന്ന് പൈസ മേടിച്ചിട്ട് താഴെ ഇറങ്ങി വരുമ്പോ നമ്മളെ കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇല്ലാതെ ഇതിലൊക്കെ കൂടെ ഇത് എന്ത് PG കാർക്ക് ഞാൻ പൈസ മേടിച്ചിട്ട് വരുമ്പോഴായി പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ലോകം. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ചിന്തിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു കമ്പനിയാണ്, ഞങ്ങൾക്ക് വരുമാനം കിട്ടും. എനിക്ക് 72 73 വയസ്സാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് വരുമാനം മേടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ വിജയം ചെയ്യാം.